പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു സംശയം കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ സഹോദരി മരീന ചോദിച്ചൊരു സംശയമാണ്. എങ്കിലും ഇത് മരീന സിസ്റ്ററുടെ മാത്രം സംശയമല്ല, ഇത് പലരും പല സമയങ്ങളിലായി ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ ആ സംശയം ഇതാണ്: പുതിയ യെരൂശലേമിന്റെ ഭരണകാലത്ത് സ്വർഗീയ പിതാവ് നമ്മളോടുകൂടെ ജീവിക്കുന്ന ആ പുതിയ യെരൂശലേമിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് ആളുകൾക്ക് രോഗമുണ്ടോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചതിന്റെ പിന്നിലുള്ള കാരണം ബൈബിളിലെ ഏറ്റവും അവസാനമായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് വായിക്കാം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉതകുന്നു എന്ന വാക്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു സംശയം കടന്നു വരാൻ ഇടയായത്. നമുക്കത് വായിക്കാം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. Dear brothers, today we'll be addressing a question, a doubt that our sister Marina asked during our last week's retreat, and not just our sister Marina, even from others as well. The doubt is regarding what we see in Revelations 22. The question is, when our Heavenly Father leaves with us at the end of the times, when our Heavenly Father finally leaves with us, will there still be sickness at that point of time? So this question is asked in the basis of a verse written in Revelation chapter 22, verse 1 and 2, where it says, "Then he showed me a river of the water of life, clear as crystal, coming from the throne of God and of the Lamb, and in the middle of the street, on either side of the river, was the tree of life, bearing 12 kinds of fruit, yielding its fruit every month, and the leaves of the tree were for the healing of the nations." So this question is regarding the last part, where the leaves of the tree were for the healing of the nations. So is there a sickness at that point of time? സഹോദരങ്ങളെ, പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ആ മാഡം വന്ന് ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത ദിവസം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ പരിശോധിക്കാൻ വേണ്ടി ഓഫീസേഴ്സ് വരും. അപ്പോൾ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് ഭാവിയിൽ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വരാൻ പോകുന്ന ഇൻസ്പെക്ഷനെ കുറിച്ചാണ്. പക്ഷേ ജെയിംസ് ഗേറ്റോട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ്, അപ്പോൾ നടക്കേണ്ട കാര്യത്തെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ ഒന്ന് തലയാട്ടിയാൽ എനിക്ക് മനസ്സിലായി. ജെയിംസ് പുറത്തു പോകാൻ പറഞ്ഞത് അപ്പോഴുള്ള കാര്യമാണ്. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ സ്കൂളിൽ പരിശോധനയ്ക്ക് ആള് വരുമെന്ന് പറഞ്ഞത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ്. ജെയിംസ് പുറത്തു പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാനാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ആണ് ആ വചനത്തിന്റെ കൺസ്ട്രക്ഷൻ. ഭാവിയിൽ പുതിയ യെരൂശലേം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, നമ്മൾ ദൈവത്തോടുകൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. ഇനി ഇവിടെ പറയുന്നത് ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന്, ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദി രാഷ്ട്രങ്ങളുടെ, നമ്മളുടെ രോഗസൗഖ്യത്തിന്, ആ നദിക്ക് അക്കരെ ഇക്കരെയുള്ള വൃക്ഷത്തിന്റെ ഇലകൾ നമ്മളുടെ രോഗസൗഖ്യത്തിനും ഉതകും. അത് ഇന്ന് ഉതകുന്ന കാര്യത്തെ കുറിച്ചായി പറയണേ, ഇന്നലെ ഉതകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയണേ, നാളെയും ഉതകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ വൃക്ഷത്തിന്റെ ഇല നമ്മളുടെ രോഗസൗഖ്യത്തിന്, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ഉതകുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് നമ്മുടെ രോഗസൗഖ്യത്തിന് ആ വൃക്ഷത്തിന്റെ ഇല കഴിയും എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇത് ക്രിസ്തുവിന് മുമ്പും വിശുദ്ധ ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ട്. To those of you who still did not understand the example that I gave, in that example, the teacher is speaking about be quiet, be in good form, make your uniform is perfect. Those teacher is giving instruction for the next day. But the sentence of James Gatout, which even though she spoke in the same flow, that was for the instruction for that time itself, because James was doing something naughty in the class. So both those instructions are for 2 different times. The same way, in this verse, we can see that then he showed me a river of the water of life, clear as crystal, coming from the throne of God and of the Lamb, in the middle of stream. All these are for the future. But the leaves of the tree were for the healing of the nations. That's for what is
what is presently happening and what is presently and past, what is presently happening. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് അറിയാമോ? ഈ ജീവൻ കൊടുക്കുന്ന നദി നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന നദി എന്താണെന്നറിയാമോ? നമ്മളെ രോഗമാക്കുന്ന നദി. നമ്മളെ അശുദ്ധമാക്കുന്ന നദി, നമ്മളെ ശുദ്ധീകരിക്കുന്നതല്ല, നമ്മളെ രോഗമാക്കുന്ന നദി, നമ്മളെ അശുദ്ധമാക്കുന്ന നദി, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിതങ്ങ് പുറപ്പെട്ടോളൂ. ജീവൻ കൊടുക്കുന്ന നദി നമ്മളിന്ന് പുറപ്പെടണമെങ്കിൽ അത് ആദ്യം നമ്മൾ അറിയണം. പിന്നെ ആ അറിഞ്ഞതിൽ നാം പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ആ നദി നമ്മളിന്ന് പുറപ്പെടുകയുള്ളൂ. നമ്മളെ അശുദ്ധമാക്കുന്ന നദി അതും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ അറിയൊന്നും വേണ്ട. നമ്മൾ പോലും അറിയാതെ നമ്മളിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മളെ അശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് കർത്താവായ യേശു പറഞ്ഞത്. ഒരുവൻ കഴിക്കുന്ന പുട്ട്, ചപ്പാത്തി, ഇഡ്ഡലി, കുബൂസ് അല്ല അവനെ അശുദ്ധമാക്കുന്നത്. എന്റെ ഭാഷ ചേർത്ത് പറഞ്ഞുള്ളൂ കേട്ടോ. അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ട് നദിയുണ്ട് കേട്ടോ. ഒന്ന് അശുദ്ധമാക്കുന്ന നദിയും മറ്റത് നമ്മളെ ശുദ്ധമാക്കുന്ന ജീവൻ തരുന്ന നദിയും. ഹല്ലേലൂയ. So the water that we drink, the water that we use, that's the instead of drinking the water of living water, using living water, what we use is water that makes us dirty, that makes us impure, and that makes us sickness. What is this water? So if you want to produce rivers of living water from you should first understand that, realize that, and follow that path so as to produce the rivers of living water. But the impure water that can also be produced from us, and this can be produced without us having to do much work. It will automatically come from us. Our Lord Jesus said that it is not the food that we eat that makes us impure, but what comes out of us that makes us impure. So if we are not careful, then the impure water will come out of us. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവം നമ്മളിൽ ജീവിപ്പാനും നമ്മളിലൂടെ ജീവിപ്പാനും സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രങ്ങളാണ് നാം ഓരോരുത്തരും എന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is listening to this audio-visual medium. May all of us remember that we are all cups, wine cups that God has chosen so that God can live through us in this world. And let us surrender ourselves to God for that purpose. എന്തൊരു മഹാഭാഗ്യ പദവിയാണെന്ന് അറിയാമോ സഹോദരങ്ങളെ? അത് അനേകർക്ക് ആ സെലക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ കർത്താവിന്റെ കരുണയാൽ ആ സെലക്ഷൻ നമുക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ വചനം ബൈബിൾ പറയുന്നത്. Dear brothers, do you know how great a blessing that is? Although there are many people in this world who have not received us, God has chosen us to receive this great blessing. As the Bible says, see how great a blessing that Father has bestowed upon us, that we be called the sons of God. ഇത് പറയുന്നതിന്റെ കാരണം ഒരു നാണയത്തിന്റെ മറു സൈഡ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഒരു കൂട്ടം പരീശന്മാർ തനിക്കെതിരെ പിറുപിറുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ യേശു പറയാണ്, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഈ തൈയൊക്കെയും വേരോടെ പിഴുതെടുത്ത് കളയുമെന്ന്. പിതാവ് നട്ട തൈയുണ്ട്, പിതാവ് നട്ടിട്ടില്ലാത്ത തൈയും ഉണ്ട് എന്ന് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. അതനുസരിച്ച് നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താഴ്മയുള്ളവരായി ക്രിസ്തുവിൽ
ആ അപ്പന്റെ പാദപീഠങ്ങൾ അണയുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. The reason I say this is because there is also another side to the coin. Our Lord Jesus, when he was having a debate with one of the Pharisees, he said that all the sprouts that are not planted by my Father will be removed from the root itself. So from that, it's obvious that there are sprouts that are planted by our Heavenly Father and those that are not planted by our Heavenly Father. And we are lucky that God has planted us. And we should always praise God and thank God for that, for this blessing. ഇനി ഇതിനും സംശയമുള്ളവർ മത്തായി 13-ാം അധ്യായത്തിൽ കളകളെ കുറിച്ച് പറയുന്ന 2ാമത്തെ ഉപമ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ മനുഷ്യപുത്രം വിതച്ചത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള വിതച്ചത് പിശാച്, കള ദുഷ്ടന്റെ പുത്രന്മാർ. അതൊന്നും പിതാവ് വിതച്ചതല്ല, കളയെല്ലാം പിശാച് വിതച്ചതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്താൽ ക്രിസ്തയേശുവിലൂടെ വിതയ്ക്കപ്പെടുവാൻ ഇടയായ വ്യക്തിത്വങ്ങളാണ് നാം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവം ഒരുക്കിയ ആ ഭാവിയിലേക്ക് ക്രിസ്തുവെ അനുഗമിച്ച് യാത്ര ചെയ്യണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ മാത്രം വിശ്വസിക്കുക, അതിലെ വചനങ്ങൾ മാത്രം പണിയുക. ലോകത്ത് കേൾക്കുന്ന ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാൽ പോലും അത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ പരിശോധിച്ച ബലവരുള്ളവരെ പോലെ ഉത്തമന്മാരാണ്. To those of you who has doubts about what we just said, please read Matthew chapter 13. There are two parables about sowing. Please read the second parable about the sowing, and in this we can see that Jesus is saying that there are the seeds, that the good seeds are the seeds that are sown by the Son of God, and the bad seeds, that is the tares, are the seeds that are sown by the devil. So we should thank God that we are good seeds that are sown by the Son of God according to the will of the Father, and we should live according to the will of the Father by following our Lord Jesus Christ. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് കേൾക്കാൻ പോകുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് പറയപ്പെടുവാനും അപ്പോൾ തന്നെ അത് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുവാനും എല്ലാവരും ഒരു നിമിഷം ദൈവത്തോട് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, അങ്ങയുടെ ചിന്തകൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വീഴണമേ. അങ്ങയുടെ ആത്മാവ് അതിലൂടെ എൻ്റെ ഉൾത്തളങ്ങളിൽ ചലിക്കപ്പെടുവാൻ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും മാറ്റപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു. Dear brothers, as Pastor said, don't just believe the words that I say, but check in the Bible as the believers in Beroa says, and believe only what the words that the Bible says. And so according to that, I request all of you that please pray that the words that will be given to you right now will affect your heart in the way as the Holy Spirit intends for it to affect us in the heart. Please pray, and I will also pray for you. പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു സംശയം കഴിഞ്ഞ ആഴ്ച നമ്മളുടെ പ്രിയ സഹോദരി മരീന ചോദിച്ചൊരു സംശയമാണ്. എങ്കിലും ഇത് മരീന സിസ്റ്ററുടെ മാത്രം സംശയമല്ല, ഇത് പലരും പല സമയങ്ങളിലായി ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ ആ സംശയം ഇതാണ്: പുതിയ യെരൂശലേമിന്റെ ഭരണകാലത്ത് സ്വർഗീയ പിതാവ് നമ്മളോടുകൂടെ ജീവിക്കുന്ന ആ പുതിയ യെരൂശലേമിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് ആളുകൾക്ക് രോഗമുണ്ടോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചതിന്റെ പിന്നിലുള്ള കാരണം ബൈബിളിലെ ഏറ്റവും അവസാനമായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്കത് വായിക്കാം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉതകുന്നു എന്ന വാക്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു സംശയം കടന്നു വരാൻ ഇടയായത്. തുടർന്ന് നമുക്കത് വായിക്കാം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു.
Go ahead, Wilson. Dear brothers, today we'll be addressing a question, a doubt that our sister Marina asked during our last week's retreat, and not just our sister Marina, even from others as well. The doubt is regarding what we see in Revelations 22. The question is, when our Heavenly Father leaves with us at the end of the times, when our Heavenly Father finally leaves with us, will there still be sickness at that point of time? So this question is asked in the basis of a verse written in Revelation chapter 22, verse 1 and 2, where it says, "Then he showed me a river of the water of life, clear as crystal, coming from the throne of God and of the Lamb. And in the middle of the street, on either side of the river, was the tree of life, bearing 12 kinds of fruit, yielding its fruit every month, and the leaves of the tree were for the healing of the nations." So this question is regarding the last part, where the leaves of the tree were for the healing of the nations. So is there a sickness at that point of time? നമുക്ക് പലപ്പോഴും ആ വാക്യം ഒരു തടസ്സമാണ്, സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. കാരണം ഇവയെല്ലാം പുതിയതാക്കി. നീതി വസിക്കുന്ന ആകാശവും ഭൂമിയുമാണ്. സകലതും പുതിയതാക്കി. ഇനി ശാപമില്ല, ഇനി കണ്ണുനീരില്ല, ഇനി മരണമില്ല, ഇനി ദുഃഖമില്ല, ഇനി മുറവിളിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്, രോഗം. അപ്പോ ബൈബിൾ വായിക്കുന്ന ആളുകൾക്ക് സംശയമില്ലാതിരിക്കുകയില്ല. So this is a verse that is kind of a stumbling block for many of people, because this is the new Jerusalem that God has made everything new, and this is a kingdom where righteousness lives, and there is no longer any curse, there is no longer any sadness, there is no longer any crying out, there is no death at that point of time, but still there is sickness. So how do we explain this? നമ്മള് ഈ പറഞ്ഞ അന്തരീക്ഷം നമുക്കത് മനസ്സിലാകാം. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രത്യാശയാണ് ഇങ്ങനെ ഒരു കാലം, അതാണ് ദൈവരാജ്യം, അതിന്റെ പൂർണ്ണതയിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പോ അവിടെ വസിക്കുന്നത് നീതിയാണ്. ഇന്ന് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ആ അന്തരീക്ഷം മുഴുവൻ നീതിയാണ്. അപ്പൊ നീതി വസിക്കുന്നിടത്ത് എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ജനത്തിന്റെ ഹൃദയത്തിൽ കടന്നു വരാം. Dear brothers, let us look at another verse that describes this. This is in 2 Peter chapter 3, verse 13. But according to his promise, we are looking for new heavens and a new earth in which righteousness dwells. So at that point of time, the entire atmosphere is saturated with righteousness, just like water fills an ocean, the entire atmosphere is saturated with righteousness. And in such a situation, in such a world, how can there be sickness? വെളിപ്പാട് 21-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ തേജസ്സുള്ള അന്തരീക്ഷമാണ്. ആ തേജസ്സുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരു രോഗം ഉണ്ടാകുന്നത്? ഇത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മനുഷ്യരോട് കൂടെ പാർക്കുന്ന കാലം, എല്ലാ കണ്ണുനീരും തുടച്ചു കളയുന്ന കാലം, മരണമില്ലാത്ത കാലം, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ലാത്ത കാലം, ഒന്നാമതെല്ലാം കഴിഞ്ഞു പോയ കാലം. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തത് വന്നു തീരുന്ന കാലം. അപ്പോൾ ഈ കാലത്ത് എങ്ങനെ രോഗം ഉണ്ടാകും എന്നത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം നമുക്ക് 21-ന്റെ 3, 4, 5 ഒന്ന് വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും.
ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. സകലതും പുതിയതാക്കുകയാണ്, സകലതും പുതിയതാകുകയാണ്. ഇനി മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. ഒന്നാമതെല്ലാം കഴിഞ്ഞു പോയി. ഇനി കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ആ കാലമാണ്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാക്യം പറയുന്നു, രോഗം മാത്രം ബാക്കിയുണ്ട് എന്ന ചിന്തയാണ് കടന്നു വരുന്നത്. So if you look at Revelation chapter 21 verse 3 onwards, you will see another glorious description of those days. And even in those days, the question naturally arises, how can there be sickness? Because we see from this description, we will see that God is with man, God is living with man. There is no tears at that point of time, there is no death, but still there is still sickness. Let us read those verses. That is Revelation chapter 21 verse 3 to 6. And I heard a loud voice from the throne saying, behold, the tabernacle of God is among men, and he will dwell among them, and they shall be his people, and God himself will be among them, and he will wipe away every tear from their eyes, and there will no longer be any death, there will no longer be any mourning or crying or pain. The first things have passed away. And he who sits on the throne said, behold, I am making all things new. And he said, write, for these words are faithful and true. So here you can see the glorious description. God is making everything new. No death, no tears, no crying, no mourning, but still there is sickness. So that's a natural question that arises. ഹല്ലേലൂയ. ഇനി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്പൊ സംശയം ജനിപ്പിച്ച ആ വാക്യത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം, വൃക്ഷത്തിന്റെ ഇല ജാതികളെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് വചനം എഴുതിയിരിക്കുകയാണ്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, യാതൊരു ശാപവും ഇല്ല, ദുഃഖവും ഇല്ല, മുറവിളിയില്ല, മരണമില്ല, ഒന്നുമില്ല. പക്ഷെ രോഗം മാത്രം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വചനമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ താഴെ എഴുതിയിരിക്കുന്നു 5-ാം വാക്യത്തിൽ, ഇനി രാത്രിയും ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നമ്മളുടെ ആ റീസ്റ്റോറേഷൻ പെർഫെക്റ്റ് ആയി പൂർത്തീകരിക്കപ്പെട്ടു. ആ സമയത്തും രോഗമുണ്ടെന്നാണ് അവിടെ ആ വചനത്തിലൂടെ മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. If you in Revelation 22 itself, if you read the next verse, that is a succeeding verse of the verse in question, that is from verse 3 onwards, you will see that there will no longer be any curse, and the throne of God and of the Lamb will be in it, and his bondservants will serve him. They will see his face, and his name shall be on their forehead, and there will no longer be any night. They will have no need of the light of lamp, nor the light of the sun, because the Lord God will illumine them, and they will reign forever and ever. So we can see from the description and from the previous chapter description, there is no curse, no pain, no death, no crying, and still we have this above verse which hints at a sickness among the nations. And so how do we explain that? Let's come into the explanation of that. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ബൈബിള് വായിക്കുമ്പോ അതിന്റെ ആ കൺസ്ട്രക്ഷൻ രീതി നമ്മളൊന്ന് മനസ്സിലാക്കി വായിക്കണം. അല്ല എങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അബ്ദങ്ങളെല്ലാം പോയി ചാടുവാനായിട്ട് ഇടയാവും. ഒന്നാമത് മനസ്സിലാക്കുക, പുതിയ യെരൂശലേമിൽ നീതി വസിക്കുന്ന, ദൈവം നമ്മളോട് കൂടെ താമസിക്കുന്ന, ക്രിസ്തുവിൽ നാം ദൈവത്തോട് ജീവിക്കുന്ന, രാത്രി ഇല്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറിവുകളില്ലാത്ത, ശാപമില്ലാത്ത ആ മണ്ഡലത്തിൽ രോഗമേ ഇല്ല. തിരിച്ചറിയുക. എന്നാൽ എന്തുകൊണ്ടാണ് ആ വചനം അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഭാവി പ്രവചനത്തിലെ വർത്തമാന രേഖകളെ കുറിച്ച് നാം മനസ്സിലാക്കണം. ഭാവി പ്രവചനത്തിലെ വർത്തമാന രേഖകൾ, അല്ലെങ്കിൽ പ്രസന്റ് റിപ്പോർട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ പ്രൊഫസി, അതും കൂടി നാം മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയുള്ളൂ. അതായത് ഭാവി പ്രവചനത്തിലെ വർത്തമാന രേഖ.
Dear brothers, in order to alleviate this confusion, we should understand how the construction of these sentences are. So in this new world where there is no pain, where the righteousness dwells, there is no curse, no death, no crying out, none of these. If you want to, naturally, if you read this, we'll get this false impression that there is sickness. In order to solve that, we should be able to read it in the correct construction. In this case, we should understand about the construction in the sense of reports of the present in the future prophecies. That's what we need to understand about the construction of the sentence. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലെ? സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭാവി പ്രവചനത്തിലെ വർത്തമാന രേഖകൾ അല്ലെങ്കിൽ പ്രസന്റ് റിപ്പോർട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ പ്രോഫസി, അല്ലെങ്കിൽ ഭാവി പ്രവചനത്തിലുള്ള ഇന്നുള്ള താക്കീതുകൾ, ഇത് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് ഭാവിയെ കുറിച്ച് പറയുന്നതാണോ അതോ വർത്തമാന കാലത്തെ കുറിച്ച് പറയുന്നതാണോ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. എക്സാമ്പിൾ, നമുക്ക് അറിയാം, നമ്മളെല്ലാം സ്കൂളൊക്കെ പഠിച്ചതാണ്. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലപ്പോഴും ഇൻസ്പെക്ഷൻ ആള് വരും, ഇല്ലേ? സുജാതാന്റെ തലയാട്ടി അറിയാം. എന്നാലും നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചു, നമുക്കറിയാം ഇൻസ്പെക്ഷൻ ആള് വരും. ആ ഇൻസ്പെക്ഷൻ ആള് വരുമ്പോ ടീച്ചർമാരുടെയും ഹെഡ് മാസ്റ്റേഴ്സിന്റെ ഒരു ടെൻഷൻ കാണും. അവരോരോ ക്ലാസ്സിലും കടന്നു വന്നിട്ട് ഓരോ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ട് വരണം, യൂണിഫോം ഇല്ലാത്തവനെ കേറ്റത്തില്ല, മാത്രമല്ല നല്ല ഭംഗിയ ടിപ്പ് ടോപ്പിൽ വരണം. പിന്നെ മാത്രമല്ല, പഠിക്കാത്ത കുട്ടികളെയൊക്കെ പുറകിലിരുത്തി പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിലിരുത്തി, അതൊരു വല്ലാത്തൊരു നാടകമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അവിടെ ജെയിംസ് എന്ന് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഇൻസ്പെക്ഷൻ ആള് വരും. ഇൻസ്പെക്ഷൻ ആള് വരുമ്പോൾ നിങ്ങളെല്ലാം വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, കൈകെട്ടി ഇങ്ങനെ ഇരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വർത്താനം പറയണം. ഓടനെ ഇതാ ടീച്ചർ ഇൻസ്പെക്ഷന് ആള് വരും, അപ്പോൾ നിങ്ങളെല്ലാം കൈ കെട്ടി ഇങ്ങനെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോഴാണ് ജെയിംസ് സംസാരിക്കുന്നത്. സൈലന്റ് ആയിട്ടിരിക്കണം. ജെയിംസ്, ഗെറ്റ് ഔട്ട്. ജെയിംസ് അവിടെ മാഡം പറഞ്ഞതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോ ജെയിംസ് അവിടെ കിടന്നുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഉടനെ മാഡം പറഞ്ഞു, ജെയിംസ്, ഗെറ്റ് ഔട്ട്. മക്കളെ, ഇൻസ്പെക്ഷന് വേണ്ടി ആള് വരും. നിങ്ങളെല്ലാം നിശബ്ദമായി സൈലന്റായി ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ജെയിംസ്, ഗെറ്റ് ഔട്ട്. അപ്പൊ ചിലര് ചിന്തിച്ചു, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻസ്പെക്ഷന് വേണ്ടി ആള് വരുമ്പോ ജെയിംസ് പുറത്തു പോകണം. മനസ്സിലായ? അവര് മനസ്സിലാക്കി വെച്ചു, ഇൻസ്പെക്ഷന് വേണ്ടി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വരുമ്പോ എന്ത് ചെയ്യണം? ജെയിംസ് പുറത്തു പോകണം. പഠിത്തം കിട്ടിയോ? ഇങ്ങനെ വചനം പഠിക്കുന്ന കുറെ പേരുണ്ട്. അവർക്കാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത്. മോനെ, try to explain. Dear brothers, in order to explain the reports of present in prophecies of future, let me give you an example. So most of us here would be familiar with the system where the education department comes for inspection in our respective schools. You might have experienced such situations. As you may recall, in those cases,
the teachers and the headmistress, headmaster, the principals and all are pretty tense. They come to you on the day before itself, and they kind of coach you in order to how to behave on it. They will tell you that try to make sure to come to school tomorrow, be on your best behavior, make sure that your uniform and all are perfect. So we hear such a situation where the teacher comes and she's explaining it. Come to the school tomorrow. Be silent. Come to make sure that your uniform is perfect. And when in the middle of this explanation, we can see that a student James over there is doing something naughty, showing some faces and all, and immediately the teacher responds in the next breath that James, get out. So for the rest of the students who are hearing this, some of these students will misconceive this because she's speaking it in the one continuous flow, that they will misconceive this as the teacher meaning that tomorrow when the inspection comes, James should get out. So it is for those kind of, if it is for those kinds of, if people read the Bible also in such a way, they can also enter into these such kind of misconceptions. സഹോദരങ്ങളെ, പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ആ മാഡം വന്ന് ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത ദിവസം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ പരിശോധിക്കാൻ വേണ്ടി ഓഫീസേഴ്സ് വരും. അപ്പോൾ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് ഭാവിയിൽ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വരാൻ പോകുന്ന ഇൻസ്പെക്ഷനെ കുറിച്ചാണ്. പക്ഷേ ജെയിംസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ്, അപ്പോൾ നടക്കേണ്ട കാര്യത്തെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ ഒന്ന് തലയാട്ടിയാൽ എനിക്ക് മനസ്സിലായി. ജെയിംസ് പുറത്തു പോകാൻ പറഞ്ഞത് അപ്പോഴുള്ള കാര്യമാണ്. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ സ്കൂളിൽ പരിശോധനയ്ക്ക് ആള് വരുമെന്ന് പറഞ്ഞത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ്. ജെയിംസ് പുറത്തു പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാനാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ആണ് ആ വചനത്തിന്റെ കൺസ്ട്രക്ഷൻ. ഭാവിയിൽ പുതിയ യെരൂശലേം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, നമ്മൾ ദൈവത്തോടുകൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. ഇനി ഇവിടെ പറയുന്നത് ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന്, ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദി രാഷ്ട്രങ്ങളുടെ, നമ്മളുടെ രോഗസൗഖ്യത്തിന്, ആ നദിക്ക് അക്കരെ ഇക്കരെയുള്ള വൃക്ഷത്തിന്റെ ഇലകൾ നമ്മളുടെ രോഗസൗഖ്യത്തിനും ഉതകും. അത് ഇന്ന് ഉതകുന്ന കാര്യത്തെക്കുറിച്ചായി പറയണേ, ഇന്നലെ ഉതകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയണേ, നാളെയും ഉതകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വൃക്ഷത്തിന്റെ ഇല നമ്മളുടെ രോഗസൗഖ്യത്തിന്, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ഉതകുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇന്ന് നമ്മളുടെ രോഗസൗഖ്യത്തിന് ആ വൃക്ഷത്തിന്റെ ഇല കഴിയും എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇത് ക്രിസ്തുവിന് മുമ്പും വിശുദ്ധ ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ട്. To those of you who still did not understand the example that I gave, in that example, the teacher is speaking about be quiet, be in good form, make your uniform is perfect. Those teacher is giving instruction for the next day. But the sentence of James get out, which even though she spoke in the same flow, that was for the instruction for that time itself, because James was doing something naughty in the class. So both those instructions are for 2 different times. In the same way, in this verse, we can see that then he showed me a river of the water of life, clear as crystal, coming from the throne of God and of the Lamb in the middle of stream. All these are for the future.
but the leaves of the tree were for the healing of the nations. That's for what is presently happening, and what is presently and past, what is presently happening. ഇതാ നമുക്ക് ഇവിടെ കാണാൻ കഴിയാവുന്ന വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മിക്സ് ചെയ്താണ് പറയുന്നത്. ഇപ്പോൾ കാണുന്ന സ്വർഗത്തിലുള്ള കാര്യവും വരാൻ പോകുന്ന കാര്യവും, ഉള്ള കാര്യവും വരാൻ പോകുന്ന കാര്യവും, ഉള്ള കാര്യവും വരാൻ പോകുന്ന കാര്യവും. അപ്പോ നാം അത് വ്യക്തതയോടെ തിരിച്ചറിയണം. എന്താണ് വരാൻ പോകുന്നത് എന്ന് വ്യക്തതയോടെ തിരിച്ചറിയുക. അതാ 21-3 പറയുന്നൊരു കാര്യം. വെളിപ്പാട് 21-3 സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അതായത് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഇത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും അപ്പോൾ ഉള്ള കാര്യം തന്നെയാണ്. Dear brothers, even if you look at Revelation chapter 21 as well, we will see that there are some verses which speaks about future, and then there are some verses which speaks about present, and both of these lay intermixed. For example, if you look at Revelation chapter 21 verse 3 onwards, and here it says, "And I heard a loud voice from the throne saying that, behold, the tabernacle of God is among men, and he will dwell among them, and they shall be his people, and God himself will be among them." So this is the tabernacle of God becoming among men. That is something that will happen in the future. But some of the descriptions among this is something that was happening even then, that is still present. Hallelujah. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും, ദൈവം അവരോട് കൂടിയിരുന്ന് അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇത് ഭാവിയിൽ വരേണ്ട കാര്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ 1-2 ഭാഗങ്ങളിൽ വരുന്ന കാര്യം, എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. So in Revelation chapter 21 verse 4, it says, "And he will wipe away every tear from their eyes, and there will no longer be any death. There will no longer be any mourning or crying or pain. The first things have passed away." So this is something that will happen in the future. But the things that is written in Revelation chapter 22 verse 1 and 2, that is something that is happening in the present. ഇതാ ഈ ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഭാവിയിലല്ല നദി ഒഴുകാൻ പോകുന്നത്, ഇപ്പോൾ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെയും നദി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ 12 വിധ ഫലം കായ്ച്ചു മാസം തോറും അതിന്റെ ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല രാഷ്ട്രങ്ങളുടെ, വ്യക്തികളുടെ രോഗശാന്തിക്ക് ഒതുങ്ങുന്നു. അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമല്ല, നേരത്തെ ഉള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. So in Revelation chapter 22 verse 1-2, it says, "Then he showed me a river of the water of life, clear as crystal, coming from the throne of God and of the Lamb. And in the middle of its street, on either side of the river was the tree of life, bearing 12 kinds of fruit, yielding its fruit every month, and the leaves of the tree were for the healing of the nation." So this is something that will happen in the future, but that is also happening even now. That is happening in the past, and that is still happening even now. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജീവവൃക്ഷത്തിന്റെ കാര്യം യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് AD 96-ലാണ്. നാം ചരിത്രം പഠിക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന കാലം. എന്നാൽ ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവാചകന് ഇത് വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവിടെയും ഇതേ രംഗം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ നദിയുടെ ഒഴുക്ക് ദേവാലയത്തിൽ നിന്ന് കടന്നു വരികയും ഇതേ രീതിയിൽ ആ നദി കടന്നു ചെന്ന സകല മേഖലകളിലും ചലിക്കുന്ന സകല പ്രാണികൾക്കും ജീവൻ വെക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പോ? ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുൻപ്.
So, dear brothers, this Revelation, the book of Revelation, if we look at history, history says that it was revealed to John sometime around AD 96. And but if you look at the book of Ezekiel, that is 600 years before our Lord Jesus Christ, we'll see that the same description happens even there as well. And there also it speaks about a river coming from the throne of God and all the creatures that come in contact with the river becoming alive from death. നിങ്ങൾ രണ്ട് വചനം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് രണ്ട് വചനത്തിലും കാണാനായിട്ട് കഴിയും. ഇല, വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകും. അത് ഭാവിയിൽ മാത്രമുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. അത് എപ്പോഴും ആ വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകും. പക്ഷെ സ്പെഷ്യലി ഇപ്പോൾ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, 47 മുഴുവൻ ജീവജല നദിയെ കുറിച്ചാണ്. അതിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയാം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ശ്രദ്ധിച്ചു കേട്ടോ, അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അതാണ് രോഗസൗഖ്യത്തിന് ആ ഇല ഉതകും. അതിന്റെ കാരണം ആ വൃക്ഷം നിൽക്കുന്നത് ജീവജല നദിയുടെ സൈഡിലാണ്. ആ ജീവൻ വലിച്ചെടുത്ത് വളരുന്ന ആ ഇല രോഗസൗഖ്യത്തിന് ഉതകും. എപ്പോ? ഭാവിയില് ഉതകുന്ന കാര്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ഏജിൽ ഇത് നമുക്ക് ഉപകാരമായി. The verse in Revelation 22, the leaves of the tree were for the healing of the nations. That is something that is happening even now, but here it is written with respect to us in Revelation 22. If you look at Ezekiel chapter 47 verse 12, here again Ezekiel chapter 47 speaks about the river of life, and in chapter 12 we see it says, by the river on its bank on one side and on the other will grow all kinds of trees for food. Their leaves will not wither and their fruit will not fade. They will bear every month because their water flows from the sanctuary, and their fruit will be for food and their leaves for healing. So here again we see about the leaves of the trees beside the river of life used for healing, and that's happening even then. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2025 ഇപ്പോ നീ രോഗിയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ വൃക്ഷത്തിന്റെ ഫലം, ഈ വൃക്ഷത്തിന്റെ ഇല, ഈ വൃക്ഷം നിൽക്കുന്ന ജീവജല നദിയുടെ തീരം, അവിടുത്തെ വെള്ളം ഒക്കെ നമ്മുടെ രോഗസൗഖ്യത്തിന് കഴിയും. എന്നാൽ ഇത് 2025 മാത്രമല്ല. വെളിപ്പാട് പുസ്തകം എഴുതിയത് ഏകദേശം AD 96 അപ്പോഴാണ് യോഹന്നാൻ ഇത് മുഴുവൻ കാണുന്നത്. അന്നും ഈ വൃക്ഷത്തിന്റെ ഇല രോഗസൗഖ്യത്തിന് ഉതകും. എന്നാൽ എസെക്കിയേലിന് ഈ ദർശനം കിട്ടുന്നത് ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നും ഈ വൃക്ഷത്തിന്റെ ഇല രോഗസൗഖ്യത്തിന് ഉതകും. എന്നാൽ അതിനു മുമ്പും ഈ വൃക്ഷങ്ങളുണ്ട്, ഈ ജീവജല നദി ഉണ്ട്. കാരണം ജീവജല നദി ഒഴുകുന്നത് ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് ഭാവിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി നമ്മുടെ മനസ്സിൽ ലിമിറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ്. എങ്ങനെ? ജെയിംസ് ഗെറൌട്ട് എന്ന് പറയുന്നത് പോലെ ഇത് വർത്തമാന കാലത്തിലെ സംഭവം. Dear brothers, if you are living in 2022, remember that the fruit of the tree of life, the leaves of the tree of life, the river of the river of life, all of these still exist and still are there for your healing. When it was shown to John in AD 96, it was still there for the healing of the people. And when it was revealed to Ezekiel in around 600 BC,
Even then, it was there for the healing of the people, and it is something that we should use ourselves for our healing if you are sick. Yes. ഇതാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ പറഞ്ഞത്. ഈ ജീവജലനദി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്. അതെങ്ങനെ? യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, തിരുവെഴുത്ത് എവിടെ പറഞ്ഞിരിക്കുന്നു? എസെക്കിയേൽ 47 പറഞ്ഞിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ ജീവജലത്തിന്റെ നദി നിന്നിൽ നിന്ന് പുറപ്പെടും. കാരണം നീ ദേവാലയമായി റീഡെഡിക്കേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഈ ജീവജല നദി നിന്നിൽ നിന്ന് പുറപ്പെടും. ഈ നദി കടന്നു ചെല്ലുന്ന സകല മേഖലകളിലോ സകലതും ജീവൻ പ്രാപിക്കുവാനായിട്ട്, ഐശ്വര്യം പ്രാപിക്കാനായിട്ട്, അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഇടയാകും. This is also what our Lord Jesus himself said, that everyone who believes in me, from him will flow the river of the water of life. So he says that even we are the new rededicated temple of God, and because of the as the scripture says, if we believe from us those of us who believe, the river of the water of life will flow, as the scripture says. In Jesus quotes Ezekiel, that's Jesus quotes Ezekiel 47 there. And that what that means is that everywhere this river flows, it will bring life to everywhere around us. It will bring life and healing to all around us. ഇതാണ് യോഹന്നാൻ 7:38 യേശു ക്രിസ്തു കേൾക്കുമ്പോ തന്നെ ഇതിൻ്റെതായ ആ ഗുണം കേൾക്കുമ്പോ തന്നെ ആ രക്തസ്രാവക്കാരത്ത് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് യേശു പോലും അറിയാതെ ആ സൗഖ്യം, ആ യേശുവിന്റെ ഉള്ളിലെ ആ നദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സൗഖ്യം ഏറ്റെടുത്തതുപോലെ, പ്രിയ മോനെ, പ്രിയ മോളെ, ക്രിസ്തു പോലുള്ള നിന്റെ ഉള്ളിലും ഈ നദി പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്താൽ ആ സൗഖ്യം നിന്റെ ജീവിതത്തിലേക്ക് നീ ഏറ്റെടുത്ത്, നിന്റെ ആത്മാവിലേക്കും ദേഹിയിലേക്കും ശരീരത്തിലേക്കും ആ സൗഖ്യം ഒന്ന് ഏറ്റെടുത്ത്. ഹല്ലേലൂയ. അല്ലാതെ ഇതൊരു ഇൻഫർമേഷൻ കിട്ടുന്ന ക്ലാസ് മാത്രമായിട്ട് അവസാനിക്കാതെ ഇത് നിന്റെ ജീവിതത്തിൽ സൗഖ്യം കിട്ടുന്ന ഒരു അനുഭവമായി ഇത് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇത് വിശ്വാസമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സൗഖ്യം തരുന്ന നദി എന്റെ ദൈവം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കൊന്ന് എടുത്ത് ചാടുവാൻ, പ്രിയ മോനെ, മോളെ, നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ ആ രോഗങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടെ വെച്ച് സൗഖ്യമാകുവാൻ ഇടയാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ കേൾക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നു അവരുടെ ജീവ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരാൻ ഇടയാകട്ടെ. Be healed in the name of Jesus by the power of this river, in Jesus' name. Go ahead. Yeah, brothers, if we look in John chapter 7 verse 38, Jesus says, he who believes in me, as scripture says, from his innermost being will flow rivers of living water. So here Jesus is speaking about the river of the water of life, and as those around Jesus, how they took hold of that river by belief and was healed from their sickness. I request all of you also to note that since we are all saved, the river of the water of life will flow from us, and we should take hold of that river and use that authority to heal all sicknesses and all diseases in us and in our lives. And this is not just a class for information. I request you all that as we are hearing this, take this healing upon us, that from the acknowledge the river that flows from us and use the river to obtain healing in our soul, spirit, and body. Hallelujah. ശ്രദ്ധിച്ചേ, നമ്മുടെ കാര്യം പറഞ്ഞാൽ വലിയ തമാശയാണ്. വീട്ടില് കാറ് കിടക്കും, വീട്ടില് സ്കൂട്ടർ ഇരിക്കുന്നു, പക്ഷെ ആള് നടന്നേ പോകുള്ളൂ. പുതിയ സൃഷ്ടിയിൽ ജീവൻ കൊടുക്കുന്ന നദി നമ്മുടെ ഉള്ളിൽ നിന്നാണ്, ഉള്ളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ വെള്ളം കുടിക്കത്തില്ല. നമുക്ക് വെള്ളം കുടിക്കാനും അറിയത്തില്ല. നമ്മൾ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് കയറണം. നമ്മൾ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രസംഗം വരണം.
വീട്ടിലെ കാറും സ്കൂട്ടറും ഒക്കെ കിടക്കുന്നു, പക്ഷെ ചേട്ടത്തിന് നടന്നേ പോകൂ. ആളുകൾ ചോദിക്കുന്നത് വീടിന്റെ മുറ്റത്ത് നിറച്ച് വണ്ടിയാണല്ലോ, പക്ഷെ എന്തിനാ ചേട്ടത്തിന് നടന്നു പോണേ? ശ്രദ്ധിച്ചേ, നമ്മുടെ വീട്ടില് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയണം. രണ്ടാമത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൂടെ? ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ജീവൻ കൊടുക്കുന്ന നദി നിന്നിൽ നിന്ന് പുറപ്പെടും. എപ്പോ? എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അത് നിനക്ക് മാത്രമല്ല, അനേകർക്ക് ജീവൻ കൊടുക്കാനുള്ള നദിയാണ്. തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ പഠിക്കും മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Dear brothers, if we look at our own situation, it's a pretty humorous situation that we are in. We have a car in front of our house, parked in our house. We have a scooter parked at our house. Even still, we walk to travel from places to places. Some people will come and ask, why are you walking? Why can't you travel using the vehicles in front of your house? But the reason is that we don't know. We don't know how to use the river of life that flows through us. In order for us to drink, even though we drink water to others, we don't know how to use that same water for ourselves. In order for us to drink, we should get on YouTube and hear sermon from someone else. And so, dear brothers, please be aware that first we should learn to realize the things that are in front of in our own house and try to use it. So that in the same way, Jesus says that from his innermost being will flow rivers of living water. So rivers of living water is flowing from our innermost being, and we should learn how to harness it, how to make use of it. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പകരം നമ്മൾ എന്താ ഉപയോഗിക്കണമെന്ന് അറിയാമോ? ഈ ജീവൻ കൊടുക്കുന്ന നദി നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന നദി എന്താണെന്നറിയാമോ? നമ്മളെ രോഗമാക്കുന്ന നദി. രോഗമാക്കുന്ന നമ്മളെ അശുദ്ധമാക്കുന്ന നദി. നമ്മളെ ശുദ്ധീകരിക്കുന്നതല്ല, നമ്മളെ രോഗമാക്കുന്ന നദി, നമ്മളെ അശുദ്ധമാക്കുന്ന നദി. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിതങ്ങ് പുറപ്പെട്ടോളൂ. ജീവൻ കൊടുക്കുന്ന നദി നമ്മളിന്ന് പുറപ്പെടണമെങ്കിൽ അത് ആദ്യം നമ്മൾ അറിയണം. പിന്നെ ആ അറിഞ്ഞതിൽ നാം പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ആ നദി നമ്മളിന്ന് പുറപ്പെടുകയുള്ളൂ. നമ്മളെ അശുദ്ധമാക്കുന്ന നദി അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ അറിയൊന്നും വേണ്ട. നമ്മൾ പോലും അറിയാതെ നമ്മളിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മളെ അശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് കർത്താവായ യേശു പറഞ്ഞത്. ഒരുവൻ കഴിക്കുന്ന പുട്ട്, ചപ്പാത്തി, ഇഡ്ഡലി, കുബൂസ് അല്ല അവനെ അശുദ്ധമാക്കുന്നത്. എന്റെ ഭാഷ ചേർത്ത് പറഞ്ഞതുള്ളൂ കേട്ടോ. അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ട് നദിയുണ്ട് കേട്ടോ. ഒന്ന് അശുദ്ധമാക്കുന്ന നദിയും മറ്റത് നമ്മളെ ശുദ്ധമാക്കുന്ന ജീവൻ തരുന്ന നദിയും. ഹല്ലേലൂയ. So the water that we drink, the water that we use, that's the instead of drinking the water of living water, using living water, what we use is water that makes us dirty, that makes us impure, and that makes us sickness. What is this water? So if you want to produce rivers of living water from you should first understand that, realize that, and follow that path so as to produce the rivers of living water. But the impure water that can also be produced from us, and this can be produced without us having to do much work. It will automatically come from us. Our Lord Jesus said that it is not the food that we eat that makes us impure, but what comes out of us that makes us impure. So if we are not careful, then the impure water will come out of us. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ചേ, ആ വചനം നമുക്ക് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഈ രണ്ട് വചനങ്ങളും രണ്ടും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണെന്നേ. പക്ഷെ നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞ ഞാനൊരു ടെക്നിക്കൽ വ്യക്തിയാണ്. നല്ല ടെക്നിക്കലായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കും. കാരണം അത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയാം. ഇതേപോലെ തന്നെ സ്പിരിച്വലിയും
അത് കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അറിവും കൂടി വേണം. എങ്കിലേ ഈ കാര്യം നടക്കും. അപ്പൊ ഈ രണ്ട് സിസ്റ്റവും നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഇതാ യോഹന്നാൻ 7:37 യേശുക്രിസ്തു പറയാണ്, ഇതിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു യേശു പറഞ്ഞതുകൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ മത്തായി 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന രംഗമുണ്ട്. 15:11 അവിടെ പറയാണ്, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. അതായത് ചോറ്, ഇഡലി, പുട്ട് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ, അത് മനുഷ്യനെ അശുദ്ധം ആക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? വായിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മളുടെ അകത്ത് രണ്ട് ടൈപ്പ് നദികളുണ്ട്. ഒന്ന് നമ്മളെ അശുദ്ധമാക്കുന്ന, രോഗിയാക്കുന്ന നദിയുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു നദിയുണ്ട്, അതാണ് ആൾക്ക് അറിയില്ല, നമ്മളെ ശുദ്ധമാക്കുന്ന, സൗഖ്യമാക്കുന്ന നദിയുണ്ട്. നാം ഏതാ ഓപ്പറേറ്റ് ചെയ്യുന്നേ? ഇങ്ങനൊരു നദി ഉള്ള വിവരം, രണ്ട് നദികൾ ഉള്ള വിവരം നമുക്ക് അറിയോ? ഇല്ല. ഇനി ഇത് എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കണമെന്ന് നമുക്ക് അറിയോ? ഇല്ല. പരിജ്ഞാനമല്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു. ഇതിന്റെ കാരണം പുരോഹിതന്മാരാണ് ദൈവത്തിന്റെ വചനം. Go ahead. So let's try to understand this more technically. So here we can see that in John chapter 7 verse 38, here Jesus speaks about the rivers of living water. Here he says, he who believes in me, as the scripture said, from his innermost being will flow rivers of living water. But this he spoke of the Spirit, whom those who believed in him were to receive. For the Spirit was not yet given, because Jesus was not yet glorified. So this is speaking about the Holy Spirit at that point of time. But in Matthew, we can see the other river, that is the impure river, we can see in Matthew chapter 55 verse 10. And Jesus said, called the crowd to him, and he said to them, hear and understand, it's not what enters into our mouth, that is the food that we eat, different kinds of food that we eat, that defiles a man, but what proceeds out of the mouth, this defiles a man. So you can see this is also another river that comes out of it, and this river makes us impure, makes us sick. So the reason for us not us getting impure and sick is because we are not able to understand both of these and use and make use of the two rivers that comes out of us. And it's and the Bible says that my people are not prospering because they lack wisdom, they lack knowledge, and that is because of the priests. സഹോദരങ്ങളെ, ഞാൻ സംസാരിക്കുമ്പോഴുള്ള എനിക്ക് മനസ്സിലായതാണ്, ലൈഫ് ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവജനാതി ഈ വാക്കുകളിലൂടെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും വ്യക്തി ബലാത്കാരത്തോടു കൂടെ വിശ്വാസത്തോട് ഇത് പിടിച്ചെടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് സൗഖ്യമാണ്. പകരം ഞാൻ പലപ്പോഴും കാണുന്നത്, നമ്മൾ പിടിച്ചെടുക്കുന്നത് അശുദ്ധിയുടെയും രോഗത്തിന്റെയും നദിയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഭാഗത്ത്, എന്റെ ജീവിതത്തില് ഞാൻ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പല പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീം അങ്ങോട്ട് വന്നു. ആ ടീം അങ്ങ് വന്നപ്പോ അവിടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു. അവരങ്ങ് എഴുന്നേറ്റു ഭക്ഷണം കഴിക്കാതെ. കാരണം അന്വേഷിച്ച് വന്നപ്പോഴാ പറഞ്ഞേ, ഇവരോട് ചേർന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾ അവരോട് വഴക്ക. മനസ്സിലായോ? അപ്പൊ വിശ്വാസികളാണ്, പക്ഷെ വഴക്ക. ശരിക്കും എന്താ ചെയ്യണേ? നമ്മുടെ അകത്തുനിന്ന് നമ്മളെ അശുദ്ധമാക്കുന്ന ആ റിവർ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് രോഗം വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം അശുദ്ധമായ നദിയാണ് നമ്മളിത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ചില പറയാറില്ലേ, ആ വ്യക്തിയുണ്ടോ, ഞാൻ വരില്ല. എന്താ?
എനിക്ക് അയാൾ ഇഷ്ടമല്ല. ഓ, അപ്പൊ നമ്മൾ പോലും അറിയാതെ അശുദ്ധമായത് പുറത്തിറങ്ങുന്നുണ്ടോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കാനിടയാണ്. കർത്താവായ യേശു ഇങ്ങനെയാ പറഞ്ഞേ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ, ഞാൻ കുറച്ച് ലൈറ്റായിട്ട് പറയുന്നുള്ളൂ ഈ കാര്യങ്ങൾ കേട്ടോ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാൻ ഇടയാകും. ഹല്ലേലൂയ. അല്ലാണ്ട് ഒരുവനെതിരെ ഒരുവൻ കുറ്റം പറഞ്ഞ് തിന്മ പറഞ്ഞ് പരത്തുമ്പോഴല്ല. നമ്മളുടെ നാവിൽ നിന്ന് അശുദ്ധമായതൊന്നും പുറപ്പെടരുത്, നന്മ മാത്രം പുറപ്പെടണം. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും ഒരു സമയത്ത് വരുന്നത് എങ്ങനെ? തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ പണിയുവാൻ നമ്മളുടെ ജീവിതം ഇടയാകട്ടെ. നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യമായ ഒരു കാര്യം പറഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കിയോ, ശരീരത്തിൽ ഒരു രോഗം കാണാൻ പറ്റും. Dear brothers, as I understand it, when I speak the words of God, it's like the rivers of water of life flowing from me. And if one of you were to take that verse of life in faith, river of life in faith, grab hold of that river of life in faith, then your sickness will get healed. This is something that I have observed. But on the other hand, a recent incident happened to me in my life, where I was sitting for lunch with a few of my brothers, and while I was sitting for lunch, another group of people comes in. They are also believers, and the first group rises up, and I asked them, "Why are you rising up?" And he said that I cannot sit in lunch with them because we are having a quarrel. Remember, brothers, it is words like these, that's actually the impure river that is flowing out of us. Please try to introspect and see if we are speaking such words, if we are letting go of such words, and such words are causing this impure river to flow out of us. Remember, brothers, that these kind of, if you go take back and look at it, if you speak such words, you will recall that after you have spoken such words, you'll be getting new diseases and stuff like that. And therefore, we should not allow ourselves to speak such verses. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഡോക്ടർമാർ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അതിൽ പലതുമാണ്, പ്രത്യേകിച്ച് ചില തലവേദന. ഇതിന്റെയൊക്കെ വിഷയങ്ങൾ, ഉൾത്തലങ്ങൾ യേശു പറഞ്ഞതുപോലെ അശുദ്ധമായ അത് നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ചില വലിവ്, പല രോഗങ്ങൾ ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ജഡത്തെ നമ്മുടെ ജീവിതത്തിൽ ഓൺ ചെയ്യുന്നത്, ജഡചിന്തകളെ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മരിക്കാൻ തയ്യാറാകണം, സ്വയത്തിൽ മരിക്കാൻ തയ്യാറാകണം. അല്ല എങ്കിൽ നാം ഇത് ഓൺ ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അയാൾ അങ്ങനെ ചെയ്തിട്ടല്ലേ, അവരങ്ങനെ ചെയ്തിട്ടല്ലേ, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്റെ കുറ്റം പറഞ്ഞ് നടന്നില്ലേ, എന്നെ തിന്മ പറഞ്ഞ് നടന്നില്ലേ, എന്നെ മോഷിച്ചില്ലേ, എന്നെ അപമാനിച്ചില്ലേ? അവിടെയാണ് യേശുവെ നോക്കേണ്ടത്. യേശുവെ കുറിച്ച് തിന്മ പറഞ്ഞു, അവൻ ചതിയനാണെന്ന് പറഞ്ഞു, യേശുവെ തുപ്പി അപമാനിച്ചു, വസ്ത്രം ഉലിഞ്ഞ് അപമാനിച്ചു, ക്രൂശ് ചുമന്നുകൊണ്ട് തെരുവിലൂടെ നടത്തിച്ചു, യൂതന്മാരുടെ രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുള്ളുകൊണ്ടുള്ള ഒരു കളിയാക്കൽ കിരീടം, ക്രൗൺ ഓഫ് മോക്കറി, തന്റെ തലയിൽ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും യേശു തന്റെ അകത്തൊന്ന് കോപവും ക്രോധവും ഒന്നും ഓൺ ചെയ്തില്ല. യേശു ക്രിസ്തു വീണ്ടും സ്നേഹം ഓൺ ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഈ മാതൃകയിൽ നമ്മൾ നമ്മുടെ അകത്തുനിന്ന് കടന്നു വരുന്ന കോപത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അസൂയയുടെയും പകയുടെയും എല്ലാ സ്വിച്ചും ഓഫ് ചെയ്യണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ സ്വിച്ച് ഓഫ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ജഡപ്രകാരം പ്രവർത്തിച്ച് ദൈവത്തിന്റെ നീതി ഓഫ് ചെയ്യരുത്, ദൈവത്തിന്റെ നദിയെ ഓഫ് ചെയ്യരുത്. ദൈവത്തിന്റെ നദിയെ, ക്രിസ്തു
കാണിച്ച മാതൃകയിൽ ആ ദൈവത്തിന്റെ നദിയെ ഓൺ ചെയ്യണം. അങ്ങനെയെങ്കിൽ അത് അനേകർക്കൊരു ഗുണമായി. Dear brothers, as our Lord Jesus said that if it is when we love one another that the world will realize that you are my disciple. So if we are not doing that and letting these other words coming, that's impure river coming out of us. And how do we prevent that? The way we prevent that impure river from coming out of us is by denying our selfish self and switching off the flesh that comes out, preventing the flesh to come out. Now you may think, didn't this other person slander me, speak bad about me in front of all the other people? And so naturally you may think, in such a situation, remember the model of our Lord Jesus. Didn't they crucify him? Didn't they make him carry the cross? Didn't they strip him of his clothes? Didn't they give him fake scepter and bow down to him? Didn't they give him a crown of thorns as a way of humiliating him because he's the king of the Jews? So in all these situations, Jesus did not allow his flesh to come up. He switched off his flesh and switched on his love. And he said, Father, forgive them that because they do not know what they are speaking. So we should also follow the same model, and we should switch off the fleshly thoughts of jealousy, anger, envy, all those things. And only by doing that, we'll be able to switch off the flow of the impure river. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ തന്നെ പരിശോധിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് നദിയാണ് പുറത്തിറങ്ങുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദിയാണോ പുറത്തിറങ്ങുന്നത്? അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് പകയുടെയും വൈരാഗ്യത്തിന്റെയും തിന്മകളുടെയും നമ്മളെ അശുദ്ധമാക്കുന്ന നദിയാണോ നമ്മളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ഈ രണ്ട് നദിയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ തീരുമാനമെടുക്കുക ഏത് ഓപ്പറേറ്റ് ചെയ്യണം, ഏത് ഓപ്പറേറ്റ് ചെയ്യേണ്ട. So dear brothers, introspect and find out what is the river that comes out of ourselves. Is it the river of living water, or is it the impure river of jealousy, anger, envy, or revenge, all those rivers? And introspect, find out, and decide for ourselves. Deliberately decide which river to allow to come out and which river we should not allow to come out. ഹല്ലേലൂയ. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന, നമ്മുടെ സോളിലുണ്ടാകുന്ന രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടന്നു വരട്ടെ. If we just take care of this to control our mouth, then quite a lot of diseases that happen in our life, we will be able to get rid of quite a lot of diseases that happen in our life. I just want to remind you that before we get back to our original subject. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ബൈബിൾ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും പ്രസന്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭാവി കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും പ്രസന്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ആ പ്രസന്റ് സിറ്റുവേഷൻ ആ ഭാവി കാലത്തെ കൂടി ചേർന്നതാണെന്ന്. പകരം പ്രസന്റ് സിറ്റുവേഷൻ തന്നെ എടുക്കുക. ഭാവി കാലത്തെ ഉള്ളത് ഭാവി കാലത്തെ കുറിച്ച് എടുക്കുക. നമ്മൾ വേറൊരു ഭാഗം വായിക്കാൻ പോവാ. ഈ വെളിപ്പാട് പുസ്തകം 6 ഭാഗത്ത് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഐ വിൽ കം, ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും, ഇതാ ഞാൻ വേഗത്തിൽ വരും, ഇതാ ഞാൻ വേഗത്തിൽ വരും. ഈവൻ വെളിപ്പാട് ദിവസം 22-ാം അധ്യായം വരെ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതുക, ഇതാ ഞാൻ വരുന്നു. അതിന്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായമായി പുതിയ യെരൂശലേമും വന്നു കഴിഞ്ഞു, സ്വർഗീയ പിതാവും വന്നു കഴിഞ്ഞു, എന്നിട്ടും യേശു വന്നിട്ടില്ല, യേശു ഇനിയും വരൂ എന്നാ പറയണേ. അങ്ങനെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നാം പഠിക്കുന്നത് വ്യർത്ഥമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതൽ യേശു പറയുന്നുണ്ടാ, ഐ വിൽ കം, ഞാൻ വരും, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. 22-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, 22-ാം അധ്യായം വരെ യേശു വന്നിട്ടില്ലെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഇടയിൽ യേശു ക്രിസ്തു വരേണ്ട സമയത്ത് യേശു വന്നു കഴിഞ്ഞു.
പക്ഷെ ആ AD 96 ഇത് എഴുതുന്ന സമയത്തെ കുറിച്ചാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ഈ വെളിപ്പാട് 22 പറയുന്നേ. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത് കഴിഞ്ഞിട്ട് യേശു വന്നിട്ടില്ല, യേശു ഇനിയും വരാൻ പോകുന്നു എന്നല്ല പറയുന്നേ. അപ്പൊ നമ്മൾ ഈ പ്രസന്റ്, അതായത് വർത്തമാനകാലവും ഭാവി കാലവും തമ്മിൽ നമ്മൾ തരം തിരിച്ചു പഠിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. Dear brothers, coming back to the subject, as I told, in the prophecy, there are prophecy sometimes intermixed with both present and future things for present and future as well, and we should be able to distinguish between the two. Another example would be in Revelations 2 as well as in Revelations 22. Jesus says in many places, I am coming, I am coming, I am coming quickly, I am coming quickly. But even in Revelations 22, that does not mean Jesus is speaking about the future. Even in Revelations 22, Jesus says, I am coming quickly. But if you look at the sequence of Revelation 22, Jesus has already come. So that does not mean Jesus is going to come again after the events of Revelation 22. It is that those words, I am coming quickly, is said with respect to the present. That is present when he was giving the message to John. And so we should be able to distinguish between present and future, which are mixed in a prophecy. ഇതാ നമുക്ക് വെളിപ്പാട് പുസ്തകം 22:7 വായിക്കുമ്പോ അവിടെ യേശുക്രിസ്തു പറയാണ്, ഞാൻ വേഗത്തിൽ വരുന്നു. Behold, I come quickly. അതിന്റെ അർത്ഥം യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകം 22 കഴിഞ്ഞിട്ടേ വരുമെന്നല്ല. യേശുക്രിസ്തു ഓൾറെഡി വന്ന് കഴിഞ്ഞു. പക്ഷേ ഇത് എഴുതുന്ന സമയത്തെ കാര്യമാണ്. AD 96 ഇത് എഴുതുമ്പോ ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ എന്ന കാര്യം നാം മനസ്സിലാക്കുക. ഇനി 7 മാത്രമല്ല, അതിന്റെ 12 വായിക്കുമ്പോഴും അതിന്റെ 20 വായിക്കുമ്പോഴും യേശു വീണ്ടും വീണ്ടും പറയുകയാണ്. അതിന്റെ 12 എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. ഇനി വീണ്ടും നമ്മൾ അതിന്റെ 20 വായിക്കുമ്പോ ഈ 3 വചനങ്ങളില് നമുക്ക് കാണാൻ പറ്റും, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 22 എല്ലാ സംഭവങ്ങളും സകലതും കഴിഞ്ഞു, എല്ലാം ദൈവം പുതിയതാക്കി. എന്നിട്ട് ഇനിയും യേശു വരാൻ പോവുകയല്ല. ഇത് AD 96 എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. AD 96 യേശു വന്നിട്ടില്ല. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പ്രവചനമായതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാവി പ്രവചനത്തിലെ വർത്തമാനകാല കാര്യങ്ങൾ, വർത്തമാന രേഖകൾ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. So let us look at this in Revelations 22. Here we see that there are 3 places where Jesus says, I am coming quickly. In Revelations 22 chapter verse 7, Jesus says, and behold, I am coming quickly. Blessed is he who heeds the words of the prophecy of this book. So this does not mean that Jesus is going to come after the events described in the above verses of Revelation 22, because we can see that Jesus has already come as far as before the events of Revelation 22. So what Jesus means here is that he's speaking with respect to the present. That is when the prophecy was given to John. At that point of time, Jesus is saying that, behold, I am coming quickly. It is with respect to that present that Jesus is speaking. Again in verse 12, Jesus says, behold, I am coming quickly, and my reward is with me to render to every man according to what he has done. Here again, this is about with respect to the present that Jesus is present of. That is when the prophecy is delivered to John that Jesus is speaking. He's not speaking about the future after the events of Revelation 22, because Jesus has already come before the events of Revelation 22. Again, we see this again in Revelation 22 verse 20, where Jesus says, yes, he testifies to these things, says, yes, I am coming quickly. So we should learn how to distinguish between the reports of present in the present and future prophecies when reading a prophecy. നമ്മള് വെളിപ്പാട് പുസ്തകം പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ ഇത് സാക്ഷീകരിക്കുന്ന ആള് ക്രിസ്തുവാണ്.
സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന് കൊടുത്ത് ക്രിസ്തു യോഹന്നാൻ മുഖാന്തരം ഇത് സാക്ഷീകരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇടയിൽ ഇതാ ക്രിസ്തു പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഭാവിയിലേക്കുള്ള കാര്യമല്ല, അത് പ്രസന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഒരു എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും മറ്റൊരു ഭാഗത്ത് ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ ഈവന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിന്റെ ഇടയിൽ പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു കള്ളനെ പോലെ. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു വന്നു കഴിഞ്ഞില്ലെന്നല്ല, ഈ ഫ്യൂച്ചർ ഈവന്റിന്റെ ഇടയിൽ ഉള്ള ആ പ്രസന്റ് കാര്യം യേശു അറിയുകയാണ്. ഇത് നമുക്ക് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില ബൈബിളിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ചില ബൈബിളിൽ ഇത് കൊടുത്തിട്ടില്ല. നമുക്ക് അവിടെ കാണുവാൻ പറ്റും, ഇതാ ഞാൻ കള്ളനെ പോലെ വരും എന്ന് ചില ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ആ ഒരു സംഭവവും അതിന്റെ മുമ്പും പിമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ യേശു കയറി പറയാണ്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. ഇത് നമുക്ക് ഇതാ ആ പറയുന്നതിന്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാക്കണം എന്ന് നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണ്. അല്ലാതെ ഇത് ഫ്യൂച്ചർ ഈവന്റുമായിട്ട് ഈ പറഞ്ഞ ഈവന്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചു വേണം ഇത് ചെയ്യാൻ. So as in the book of Revelation, it says that as we know, the book of Revelation is something that Jesus testifies to John, and in the middle of the certain prophecies, Jesus says, "Yes, I am coming quickly." So that's not something Jesus speaks about at that point of time. That's something that Jesus is speaking with respect to the what he is giving to John in AD 96. Another example of this is in Revelation chapter 16, verse 15. This is something, this there in some Bibles and some Bibles it's not. And here Jesus says, "Behold, I am coming like a thief. Blessed is he who stays awake and keeps his post, so that he will not walk about naked and men will not see his shame." So this is something Jesus is speaking in the middle of a prophecy. Again, this is for the present. That is, Jesus is giving that advice for all the to John and to all the believers who live at that point, and from then on even to us as well. So we should pray. We should prayerfully ask God to reveal to us that which of the parts of the prophecy is for the present and which of the part of prophecy is for the future. ഹല്ലേലൂയ. കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെ നമുക്ക് വെളിപ്പാട് 3:11 കാണാം. സഭയോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഇത് സഭയോട് സംസാരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്. നീ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ആ കാര്യത്തിൽ ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ അവിടെ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിന്നെ അപ്പുറത്ത് പിടിച്ചുകൊള്ളുക, ഞാൻ വേഗം വരുന്നു. അപ്പൊ ഈ വേഗം വരുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ഉണ്ട്. അപ്പോ അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോ, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ച് കൊള്ളുക. ഹല്ലേലൂയ. അപ്പോ നമ്മളത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി പ്രസന്റ് ടെൻസിൽ പറയുന്നത് അപ്പോഴുള്ള കാലത്തെ കുറിച്ച് പറയുന്നു, ഭാവിയുള്ള കാലത്തെ കുറിച്ച് പറയുന്നത് രണ്ടായിട്ട് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അങ്ങനെ നാം മനസ്സിലാക്കിയാൽ ഈ വക കൺഫ്യൂഷൻ നമുക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇല്ലാതെ. We see another example of this in Revelation chapter 3 verse 11, where Jesus says, "I am coming quickly, hold fast what you have, so that no one will take away your crown." This is again something that Jesus is speaking with respect to the present of that days. So dear brothers, we should be careful that when reading prophecies, we should be able to distinguish between the reports of present, that is reports and advices given to the present viewer, as well as the future prophecies. And if we are able to distinguish between these two, we will be able to avoid many confusions. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഒരു കാര്യം പറയാം. ഇതാ മാർക്കോസ് ബിസിനെ കുറിച്ചുള്ള പല ക്ലാസ്സുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ക്ലാസ്സുകളുടെ ഇടയിൽ മാർക്കോസ് ബിസ് കരുതുന്നു, വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും നെറ്റിമേലോ കൈമേലോ മുദ്ര ഉള്ളവന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് ഭാവി ഫോർ പ്രോഫസി അല്ല.
അത് ഇപ്പോൾ ഭാവി പ്രോഫസിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന പ്രസന്റ് ടൈം, ഇപ്പോ വർത്തമാന കാലത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇതുവരെയും മനസ്സിലാകാത്തവർക്ക് ഇവിടെ അതിൽ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We see another example about this in a common teachings that we have given, where that common teaching where I have given, where I taught about the mark of the beast coming, and in that prophecy it says that only those who have the mark of the beast in their hand or head will be able to do any transaction, and it says, do you understand? So the question that do you understand part is not for the future, it's for people who are hearing that even at the present at the time of hearing those prophecies. I hope those who have not understand it yet understood it from this example. വിൻഡോയിലുള്ളവർ, കേൾക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ കൈയൊന്ന് ഉയർത്തി കാണിച്ച്, യഥാർത്ഥത്തിൽ മനസ്സിലായെങ്കിൽ ഈ പറഞ്ഞത്. ഓക്കെ, ഗ്ലോറി കാണും. ജോബി വേറിന് മനസ്സിലായി, ദോരോത്തീസിനും മനസ്സിലായി, ഫിലോമിനാന്റിക്കും മനസ്സിലായി. ഹല്ലേലൂയ. ഓ, സജിത സിസ്റ്ററിന് മനസ്സിലായി. ഓക്കെ, ശിവ സിസ്റ്ററിന് മനസ്സിലായി. കർത്തിയാനിസിന് മനസ്സിലായിട്ടില്ല. സുജാത സിസ്റ്ററിനും മനസ്സിലായോ? അപ്പൊ കൈ ഉയർത്താൻ കൈ ഉയർത്തിയില്ലല്ലോ. സുജാത സിസ്റ്റർ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സുജാത സിസ്റ്ററാണ് ഏറ്റവും ആദ്യം മനസ്സിലാകേണ്ടത്. വർത്തമാനകാലവും ഭാവി കാലവും. ഭാവികാല പ്രവചനത്തിലുള്ള വർത്തമാന കാലത്തിലെ കാര്യങ്ങൾ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഇത് മിക്സ് ചെയ്ത് ഗുഡ് ഇത് മിക്സ് ചെയ്ത് നമ്മൾ പഠിക്കുകയല്ല വേണ്ടത്. രണ്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് കാര്യം ക്ലിയർ ആകാനായിട്ട് ഇടയാകും. നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. സാറാമ്മ ആന്റിക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം തുണയ്ക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. Yes, Manu will translate. I hope, dear brothers, you have understood what we have discussed. So the core is, when we are reading a prophecy, we should be able to distinguish between the reports of present that is sometimes intermixed with the prophecy, and only then we'll be able to understand a clearer picture. Let's pray. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഓരോ നിമിഷവും രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ കഴിയുന്ന ദൈവവചനത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കാഴ്ചപ്പാട് ക്ലിയർ ആക്കി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നന്ദിയപ്പ. ഞങ്ങളെല്ലാം കുറവുള്ളവരാണ്. എന്നാൽ അങ്ങ് അവസാന കാലത്ത് പതിരും വീഴ്ചും രണ്ടും രണ്ടാക്കി മാറ്റുമെന്ന് ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ കാണുന്നു. അപ്പൊ ഗോതമ്പും പതിരും രണ്ടാക്കി മാറ്റുന്നത് പോലെ അങ്ങ് ഇപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഭാവിയും വർത്തമാനവും രണ്ടും രണ്ടാക്കി മാറ്റുക. അങ്ങനെ അത് മനസ്സിലാക്കി പഠിക്കുവാൻ ഞങ്ങൾക്ക് ആഹ്വാനത്തിനായി നന്ദി. ഈ നാളുകളിൽ വീറ്റ് ആൻഡ് വീഡ് സെപ്പറേറ്റ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തന്ന വചനത്തിനായി നന്ദി. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അപ്പൊ ഇതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന അങ്ങയുടെ ജീവജല നദിയെ കുടിക്കുന്നവന് കായ് സ്തോത്രം. യേശുവെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. അവർ ജീവജല നദിയിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ. ആ സൗജന്യമായി കുടിക്കുവാൻ അങ്ങ് തന്നതാണല്ലോ ഇതൊക്കെ. ഇത് പാനം ചെയ്യുന്നവർക്കായി സ്തോത്രം. തുടർന്നും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന അങ്ങയുടെ നദിക്കായി സ്തോത്രം. അത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ജനതയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള അശുദ്ധ നദിയെ അതിനെ ഓവർകം ചെയ്യുവാൻ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മാതൃക അവരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സഹായിക്കണം. സ്വയത്തെ ത്യജിക്കുവാൻ, ജഡത്തെ മരിപ്പിപ്പാൻ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകാശിതമാക്കുവാൻ
ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നല്ല രോഗികളായിരിക്കുന്നവരും യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ജീവിതത്തിന്റെ പല ദുരന്തങ്ങളിലേക്ക് കടന്നു വന്നവർ യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ സൗഖ്യമാകുന്ന കരങ്ങളിലേക്ക് വ്യാപരിക്കും. ദൈവത്തിന്റെ സമാധാനം തരുന്ന കരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ അനുഗ്രഹമായി നിങ്ങൾ മാറും. ഒരു അനുഗ്രഹമായി തീരണ സർവമഹത്വവും സ്വർഗീയ പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ബി ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. കേട്ട വചനത്തിന് ദൈവത്തിന് നന്ദി പറയുക. അതങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ പരിശോധിക്കുക. ജീവിതം അതിലൂടെ കടന്നു പോകാൻ ദൈവം അവരെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. ഓർക്കുക, അടുത്ത റിട്രീറ്റ് മാർച്ച് മാസം 3-ാം തീയതിയാണ്. നിങ്ങൾ ഒരുങ്ങുക, പലരെയും ഒരുക്കുക. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരായി തീരാം. ഈ ജീവിതം ഒരു നേട്ടവുമില്ല ഈ ലോകപ്രകാരം നമ്മൾ കൊണ്ടുപോകുന്നവർക്ക്. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം ഇവരെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.